കോൺക്രീറ്റ് പാലത്തിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലായതോടെ നാട്ടുകാർ തടിയും മറ്റും ഉപയോഗിച്ച് താൽക്കാലിക പാലം നിർമ്മിച്ചുവെങ്കിലും ഈ പാലത്തിലൂടെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് ഒരു പറ്റം നാട്ടുകാർ. കാഞ്ചിയാർ കക്കാട്ടുകര തൊവരയാർ റൂട്ടിലെ കുഴിയോടിപ്പടി പാലത്തിന്റെ ഗുണഭോക്താക്കളാണ് നിലവിൽ അപകട ഭീഷണി മുന്നിൽ കണ്ട് ആറിന് കുറുകെ താൽക്കാലിക പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പാലം 2.5 വർഷം മുമ്പാണ് പൊളിച്ചു നീക്കിയത്. MLA ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ പാലം നിർമ്മിക്കാനായി അനുവദിച്ചിരുന്നു. മണ്ണ് പരിശോധന നടത്തിയപ്പോൾ നിശ്ചിത താഴ്ചയിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നു. ഇതോടെ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ 13 ലക്ഷം രൂപ കൂടി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതോടെയാണ് പാലം പൊളിച്ചത്. അടിത്തട്ടിലെ പണികൾക്കായി മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് ജോലികൾ ആരംഭിച്ചപ്പോഴാണ് മുമ്പ് പാറയുടെ സ്ഥാനം സ്ഥിരീകരിച്ചതിനേക്കാൾ 5.5 അടിയിൽ താഴെയാണ് പാറയെന്ന് വ്യക്തമായത്. ഇതോടെ 74 ലക്ഷം രൂപയായി എസ്റ്റിമേറ്റ് പുതുക്കി അവശേഷിക്കുന്ന തുക ജില്ലാ പഞ്ചായത്തിൽ നിന്നും വകയിരുത്തിയെങ്കിലും പണികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഡിസൈനിൽ വീണ്ടും മാറ്റം വേണമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. ഡിസൈൻ വീണ്ടും മാറ്റിയതോടെ എസ്റ്റിമേറ്റ് തുക 1 കോടിയായി ഉയർന്നു. 35 ലക്ഷം രൂപ ഉപയോഗിച്ച് ഇരുവശങ്ങളിലെയും അടിത്തറയും തൂണുകളുടെ കുറച്ചു ഭാഗം നിർമ്മിച്ചെങ്കിലും അവശേഷിക്കുന്ന പണികൾ ഫണ്ടില്ലാത്ത സ്ഥിതിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. യാത്രാമാർഗം തടസ്സമായതോടെ പ്രദേശവാസികൾ നാളുകളായി ദുരിതത്തിലാണ്. നിരവധി തവണ വിഷയം ബന്ധപ്പെട്ട അധികൃതർക്ക് മുമ്പാകെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതോടെ ഗത്യന്തരമില്ലാതെ വീണ്ടും നാട്ടുകാർ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചിരിക്കുകയാണ്. വിഷമിച്ച് പോകാണ്ടിരിക്കും, വടിയും കുത്തിയിട്ട് നടക്കുക. അത് തന്നെ പറ്റിയാലും പോകാനില്ല. അതിനുള്ള പാലം 2-3 കൊല്ലമായി പാലം പൊളിച്ചിട്ടില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇവിടെ വരുന്നുമില്ല. നോക്കാനും പിടിക്കാനും പറഞ്ഞു വന്ന് കണ്ടു ഉടനെ പോകുന്നു. ഒരു ചുമതല ആയിട്ട് ആരും ചെയ്യുന്നില്ല ഇപ്പോൾ. അങ്ങനെ രീതിയിലാണ്. അതുകൊണ്ട് ഇനി പിന്നെയുള്ള നിർവാഹം ഉണ്ടാക്കി തരണം എത്രയും വേണം കേട്ടോ. ഇത് അങ്ങനെ ഇങ്ങനെ പോയാലും ഒക്കെയല്ല. നാളെ പോകുന്നത് നടക്കുമോ? നടക്കാല. അത് പറ്റിയല്ല. തീരെ ക്ഷീണ അവസ്ഥയായി എന്നെക്കൊണ്ട് പറ്റിയാലെന്നായി. അവിടെ പള്ളിക്ക് പോകാനും ബാക്കിയുള്ള എങ്ങോട്ടേലും പോകണമെങ്കിൽ ശാലും ബുദ്ധിമുട്ടാണ്. അത് കൊണ്ട് അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ടാക്കി തന്നാലാ ചെയ്യുള്ളൂ. തരണം. സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഈ ആറിന് കുറുകെ നടപ്പാലത്തിലൂടെ അപകട ഭീഷണി മുന്നിൽ കണ്ടാണ് കടന്നുപോകുന്നത്. മഴ ശക്തമാകുമ്പോൾ വലിയ രീതിയിൽ വെള്ളമൊഴുക്കുണ്ടാകുന്നുണ്ട്. ഇതിനാൽ കുട്ടികൾ സ്കൂൾ പോയിട്ട് വരുന്നതുവരെ മാതാപിതാക്കൾ ഭീതിയോടെയാണ് വീടുകളിൽ കഴിയുന്നതും. പാലം ഭയങ്കരമായിട്ട് കുലുങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പം ഇതിലെ അപ്പുറത്തോടൊക്കെ കിടക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇനി ഈ പാലത്തിൽ കൂടെ പോകാനാണെങ്കിൽ ഭയങ്കര പാടും. സ്കൂളിൽ പോക്കൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം വേറൊരു പാലം വേണം. കാലാവസ്ഥയിലടക്കം പ്രവചനാതീതമായ മാറ്റങ്ങളുണ്ടാകുന്ന ഈ സമയത്ത് അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ച് വലിയ അപകടമുണ്ടാകുന്നതിനു മുമ്പ് പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തൊവരയാർ പള്ളി വികാരി ഫാദർ ജോൺ മുണ്ടക്കാട്ട് പറഞ്ഞു. ഇവിടെ സഞ്ചാരയോഗ്യമായ ഒരു തടിപ്പാലത്തിന് പകരം ഒരു പാലം ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും മുതിർന്നവർക്കും സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന്, സഞ്ചാരയോഗ്യമാക്കി തീർക്കണമെന്ന് ഈ നാടിനു വേണ്ടി അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്താൽ അവർക്ക് സ്കൂളിൽ പോകാൻ, ദേവാലയത്തിൽ പോകാൻ, അമ്പലത്തിൽ പോകാൻ, ടൗണിൽ പോകാനെല്ലാം സൗകര്യമുണ്ടാകും. അതിന് മേലധികാരികൾ അവസരമൊരുക്കി സഹായിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് തങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടാക്കി നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.